സത്യം പറ ചാരു, ഇതാരാ മറിച്ചേ? ചാരുവിനെ അറിയത്തുള്ളൂ, കള്ളം പറയല്ലേ. അഫാനെന്നല്ല, ഇതാരാ ഇവിടെ തട്ടിമറിച്ചേ? അറിയില്ലേ? എങ്ങനെ ബബിൾസ് ആക്കുക? മൊത്തം പോയില്ലേ? ബബിൾസിന്റെ വെള്ളം തെച്ചും പോയില്ലേ? എത്രയില്ലേ? ഇതിനെ കൊണ്ടാവോ? എവിടെ ആവുക? എത്രയല്ലല്ലോ ബബിൾസ്. ഇതിനെ കൊണ്ട് എങ്ങനെ ആവാനാ? ഇതിനെ കൊണ്ട് എങ്ങനെ ആവാനാ ബബിൾസ്? എവിടെ എവിടെ? ഇല്ലല്ലോ. ഇത് നോക്കി, ഇത്രയും ഭാഗം മറിച്ചിട്ട് അമ്മയും അച്ഛനൊന്നല്ല, നമുക്ക് എല്ലാവർക്കും രണ്ടാക്കും മനസ്സിലായി ആരോ തട്ടിമറിച്ചെന്ന്. കള്ളത്തരം പറയാൻ ഇതാരാ മറിച്ചെന്ന് നമുക്ക് കറക്റ്റ് അറിയാം. ആരാ മറിച്ചെന്ന്? ചാരുവാ മറിച്ചത്. ചാരുവാണോ? ഇതാരാ മറിച്ചേ? സത്യായിട്ടും ചാരു സത്യം മാത്രമേ പറയൂ. സാരില്ല, നമുക്ക് പുതിയത് മേടിക്കട്ടോ. സത്യം മാത്രമേ പറയാം കേട്ടോ. സത്യം പറഞ്ഞല്ലേ? പിന്നെ ഞാൻ തട്ടി മറിച്ചത്, പിന്നെ ഞാൻ ആ ശരി ശരി, കറക്റ്റ് ആണ്. ചാരു തട്ടിമറിച്ച ചാരു തുടക്കണം കേട്ടോ. മതി മതി മതി, ബാക്കി അമ്മ തുടച്ചോളൂ. ഇനി അമ്മ തുടക്കാം. ചാരു തട്ടിമറിച്ച ചാരുവിനെ തുടക്കുന്നല്ലേ? ഗുഡ് ഗേൾ അല്ലേ? ചാരു ഗുഡ് ഗേൾ അല്ലേ? കുട്ടികളുടെ സൈക്കിൾ എങ്ങനെയാ വലിയവർ എടുക്കുന്നല്ലേ? സോറി പറയാൻ പറ. വൃത്തിയായില്ലേ? മതി, വൃത്തിയായി മതി. അച്ഛൻ ടോയ്ക്കണ്ട, ഞാൻ ഇത് ടോയ്ക്കാം. വഴിക്ക് വീഴല്ലേ? ചാരുവിന് ആവത്തില്ല. അത് സോപ്പ് വെള്ളമാണ്, അത് വഴിക്ക് വീഴരുത് കേട്ടോ. ഇനി എന്ത് ചെയ്യാ നമ്മള്? ബബിൾസ് ആക്കാൻ ബബിൾസ് ആക്കുന്ന വെള്ളം തീർന്നില്ലേ? മറിഞ്ഞു പോയില്ലേ? ഇനി എന്താ ചെയ്യാ? വൃത്തിയാക്കുന്നല്ല പറഞ്ഞ. ഇനി ബബിൾസ് ആക്കുന്ന വെള്ളം പോയില്ലേ? പൈസ ഇല്ലല്ലോ അച്ഛൻ്റെ കയ്യിൽ. അലമാരയിലുണ്ടോ? ആര് വെച്ചിട്ടുണ്ട്? അമ്മ ഒപ്പിച്ചു വെച്ചു. അമ്മ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ? നമുക്ക് അമ്മക്ക് എന്താ പൈസ ഒപ്പിച്ചു വെച്ച അടി കൊടുക്കണ്ടേ അമ്മക്ക്? ബബിൾസിന്റെ വെള്ളം തെച്ചും മറിച്ചല്ലേ ചാരു? ഇനി ഞാൻ വെട്ടാക്കിട്ട് ഒഴിക്കുവാ. നല്ല മോള. ഞാൻ നല്ല മോള. നമ്മള് കുട്ടിക്കാർക്ക് അറിയാം അമ്പത്തി തട്ടി മറിച്ചത്.